പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുക്കം ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. മുക്കം PC തിയേറ്റർ വെച്ചിട്ടായിരുന്നു. ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമൊക്കെ പ്രദർശിപ്പിച്ചു. ഞാനും അതിൻ്റെ ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ചെന്ന ദിവസം ചാവുകല്യാണം എന്നൊരു സിനിമയുടെ പ്രദർശനമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഉദ്ഘാടന സഭയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA ലിൻഡോ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും ഡയറക്ടറും എല്ലാവരും ഉണ്ട്. അതുകൂടാതെ രഘുനാഥ് സാറുണ്ട്. നമുക്കറിയാം, സർവ്വമായ എന്ന സിനിമയിൽ നമ്മുടെ നിവിൻ പോളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന രഘുനാഥ് സാറ് ഒരുപാട് സിനിമ ചെയ്ത വ്യക്തിത്വമാണ്. പിന്നെ കാഞ്ചന ചേച്ചി ഉണ്ട്. അപ്പം തിയേറ്റർ ഫുള്ളായിരുന്നു. മുക്കം ഫെസ്റ്റിവൽ നിങ്ങൾക്ക് അറിയാം, വലിയ ഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യം നടന്നത്. 3 ദിവസത്തെ ഫെസ്റ്റിവൽ ഗംഭീരമായിരുന്നു. ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ പ്രദർശിപ്പിച്ചു. നവാഗതരായ ഒരുപാട് പേർക്ക് അവസരം കിട്ടി. ശിവരാത്രിയോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ മുക്കം ഒരു ഉത്സവാന്തരീക്ഷമാണ്, ശിവരാത്രി ആഘോഷമൊക്കെ ആയിട്ട്. ഏതായാലും അതിൻ്റെ ഡയറക്ടർ വിഷ്ണു ആണ്. വിഷ്ണുവിന് പൊന്നാട അണിയിക്കുകയാണ് രഘുനാഥ് സാറ്. ഒരു ഡയറക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും ഭാഗ്യമുള്ള നിമിഷം എന്ന് പറയാം. നല്ലൊരു പടം. ആ തിയേറ്ററിൽ കണ്ട എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു. മനോഹരമായ ചിത്രം. രഘുനാഥ് സാറിന് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കാഞ്ചനേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും എന്താ പറയുക, നല്ലൊരു മൂവി എടുത്ത് ഒരു ഡയറക്ടർ നല്ല സിനിമ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ലിൻഡോ സാറ് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വാക്കുകൾ പറഞ്ഞു. ഈ കാണുന്നവരെല്ലാവരും അതിൽ അഭിനയിക്കുന്ന വ്യക്തികളാണ്. അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ പറഞ്ഞാൽ അത് ഗംഭീരമാണ്. ഈ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം. കോടികൾ മുടക്കി സിനിമ എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ലളിതമായ സിനിമകൾ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഡയറക്ടറാണ് വിഷ്ണു എന്ന് അദ്ദേഹം തെളിയിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ചാവുകല്യാണം. അതോടൊപ്പം തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരും അതിൽ അഭിനയിച്ച ഓരോരുത്തരും അവരുടെ ആ സ്കെയിലിൽ നിന്ന് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തു എന്നാണ്. കാഞ്ചന ചേച്ചിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാഞ്ചന ചേച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സുന്ദരമായ നിമിഷം. പിന്നെ രഘുനാഥ് സാറിന് നമ്മുടെ MLA പൊന്നാട അണിയിച്ചു. എല്ലാം കണ്ടു. എന്താ, മനസ്സ് നിറഞ്ഞു. ഞാൻ തിയേറ്ററിൽ ഇരുന്നു. അതിൻ്റെ ഓരോ വിഷയം തിയേറ്റർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. രഘുനാഥ് സാർ മലയാളത്തിൽ ഒരുപാട് സിനിമ ചെയ്തൊരു വ്യക്തിയാണ്. നമ്മുടെ വാനപ്രസ്ഥം പോലുള്ള സിനിമകളൊക്കെ തിരക്കഥ ചെയ്ത വ്യക്തിയാണ്. ചാവുകല്യാണം എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കഥയാണ്. ആ കഥ ഒരു പക്ഷേ മലയാളത്തിൽ അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയൊരു വിഷയം, ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വിഷയമാണ്. പക്ഷെ അതിനെ മനോഹരമായി അവതരിപ്പിച്ചു. മനസ്സ് നിറഞ്ഞു.